ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. MJ Tech Channel പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പിന്നെയും ഒമാൻ്റെ ഉള്ള ഏരിയ കൂടിയൊക്കെ തന്നെയാണ് ഇന്നത്തെ നടപ്പ്. ഇത് നോക്കിയേ, ഈന്തപ്പഴം വലുതായില്ല. ഈ അടിഭാഗത്ത് വന്ന കൊലയിൽ വലുതായിട്ടില്ല. അതിങ്ങനെ ഉണങ്ങി ചെറിയ ഇതായിട്ട് പോയി. പിന്നെ അധികം പൊക്കില്ലാത്തതിനൊക്കെ കണ്ടല്ല. ഇവിടെ തന്നെ തോട്ടത്തിൽ ആൾക്കാരുണ്ട്, അറബികളുണ്ട്, പിന്നെ ബംഗാളികളുണ്ട്. അവരൊക്കെ പെറുക്കി എടുക്കുക. പിന്നെ ഈ കൊലയിൽ നിന്ന് ഇങ്ങനെ അടർത്തിയൊക്കെ എടുക്കുന്നുണ്ട്. ഈന്തപ്പഴം മരത്തിൽ കയറി പറിക്കണ സീനൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ. കാണുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് പിടിക്കാമായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഭാഗത്ത് വലിയ കണക്ഷനൊന്നുമില്ല. നമ്മൾ ഒറ്റക്കാണെങ്കിൽ വരണത്. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ റൂമിൻ്റെ അടുത്തു നിന്നാണെങ്കിൽ ഒരുപാട് ദൂരങ്ങൾ നടന്നു പോന്നിട്ടുണ്ട്. ഒന്നും പറയണ്ട കേട്ടോ, ചൂട് നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഞാൻ നോക്കട്ടെ, 8:50 നല്ല വെയിലും നല്ല ചൂടുമായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈന്തപ്പഴ തോട്ടം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇപ്പോൾ ഈ സ്ഥലത്തുള്ളത്. അത് ചില ഏരിയകളിൽ മാത്രമേ ഇത്ര കൂടുതലായിട്ടുള്ളൂ. ആ തോട്ടങ്ങളിലേക്കാണെങ്കിൽ ഇങ്ങനെ വെള്ളം പോകാനായിട്ട് നമ്മുടെ അവിടുത്തെ ഈ കനാലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ പാടങ്ങൾ, ഇപ്പോൾ നമ്മൾ ആലുവ, പാലക്കാട് അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഈ കനാൽ വെട്ടിയിട്ടുണ്ടാവും ഈ പാടത്തിലേക്ക് നനക്കാൻ വേണ്ടിയിട്ട്. അതേപോലുള്ള ഏരിയയാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ നന്നായിട്ട് ചീവിടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഇതുപോലത്തെ ഗ്രാമപ്രദേശങ്ങളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ചീവീടുകളാണ്. ഓക്കെ, ഈന്തപ്പനകൾ നമ്മളവിടെ തെങ്ങിൻ്റെ ചെറിയ തൈ കൊണ്ടുവരില്ലേ, ചെറിയ തൈ കൊണ്ടുവരുമ്പോൾ ഓല ഇങ്ങനെ കൂട്ടി കെട്ടി വെക്കൂലേ, അതുപോലെ തന്നെ കെട്ടി വെച്ചേക്കാണ് ഈ കാണുന്നത് കേട്ടോ. പക്ഷേ കാണാൻ നല്ല ഭംഗിയുമായിട്ടുണ്ട്, ചെറിയ കൊലയുമുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മളുടെ അവിടെയൊക്കെ ഈ തെങ്ങിൻ്റെ ഓലകളൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓല മടലിൻ്റെ ഭാഗങ്ങളൊക്കെ പിന്നെ ഉണ്ടാവില്ല. ഇത് പക്ഷേ ഓല ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാലും എത്ര വലുതായിരുന്നു കേടാ, എത്ര പൊക്കമുള്ളതായി കഴിഞ്ഞാലും ഈ ഓരോ മടലിൻ്റെ തറ്റ ഇങ്ങനെ ഇരിക്കുക. ഇതിൽ കൂടി അങ്ങനെ ചവിട്ടി കയറുമെന്നാവും. ചെരുപ്പൊക്കെ ഇടാണ്ട് ഇങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് വേദന എടുക്കും. പബ്ലിക്കൊന്നുമല്ലയുടെ കൈകളാ. ഇവിടെ ഇടയ്ക്ക് ഒരേ മരങ്ങൾ റോഡിൻ്റെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓരോ ഈന്തപ്പഴമൊക്കെ പൊട്ടിച്ചിങ്ങനെ കഴിക്കും. നമ്മുടെ ബാഗിൻ്റെ സൈഡിൽ 2 ചെറിയ കുപ്പിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ തയ്പ്പും. ഈ കനാലിൽ കൂടി ഒഴുകുന്ന വെള്ളം നല്ല തെളിനീര് പോലെ ഇരിക്കണ വെള്ളം കേട്ടോണ്ടാ. ഉപ്പാണെന്നാവും ഞാൻ നോക്കിയില്ല. അപ്പുറത്ത് വല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അതൊന്നും നോക്കിയിട്ടില്ല. ചീടിനുണ്ടല്ലോ നല്ല സൗണ്ടാണ്. ഇടയ്ക്ക് ഈ പുളിമരം പോലത്തെ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ പുളിയല്ല, നമ്മുടെ ഈ വാളംപുളി ഉണ്ടല്ലോ, ഈ സാമ്പാറിലിടുന്ന പുളി നമ്മുടെ നാട്ടിലൊക്കെ, അതേപോലത്തെ പുളിമരമൊക്കെ ഇപ്പം ഉണ്ട്. പക്ഷെ പുളിമരം അല്ല. പിന്നെ ആ തോട്ടത്തിൽ ഒരു അറബി നിന്നിട്ട് ഈ പഴുത്ത ഈന്തപ്പഴമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പുള്ളി ഒരു കൊട്ട കൊണ്ടുപോയിട്ട് പെറുക്കി എടുക്കുന്നുണ്ട്, ഇങ്ങനെ പറിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അതായത് ഇവിടെയൊക്കെ ചെറിയ ഈന്തപ്പനകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കയ്യെത്തുന്ന സ്ഥലത്ത് നിന്ന് തന്നെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അധികം ഒന്നും വലിച്ചു കെട്ടിക്കൊണ്ട് മുകളിലടാ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബായ്.